CPM വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. കേരളത്തിലെ PSC താരതമ്യേന കുഴപ്പമില്ലാതെ നടക്കുന്ന പരീക്ഷകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ് പൊതുവെ നമ്മൾ ധരിച്ചിരുന്നത്. PSCയിലെ നിയമനങ്ങൾ, രാഷ്ട്രീയ നിയമനങ്ങൾ, PSCയിൽ വരുന്ന ആളുകൾക്ക് യോഗ്യതയില്ലാത്ത പ്രശ്നങ്ങൾ, PSCയിലെ ആളുകളുടെ എണ്ണം, PSCക്കാർക്ക് ഈ അടുത്ത കാലത്ത് കൂട്ടിക്കൊടുത്ത വലിയ ശമ്പളം, 3.25 ലക്ഷം രൂപയാണ് ഒരു PSC മെമ്പറുടെ ശമ്പളം. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ശമ്പളത്തിന്റെ ഏതാണ്ട് ഇരട്ടി. എന്തൊരു മലമറിക്കുന്ന പണിയായി ചേട്ടന്മാർക്കുള്ളേ ചേച്ചിമാർക്കുള്ളേ നമുക്കറിയില്ല. എന്തായാലും വലിയ തോതിൽ അതിനെതിരെ വിമർശനം വന്നു. ഇതൊക്കെ പാർട്ടി ഒരു പണിയില്ലാത്ത ആളുകളെ നിയമിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. പാർട്ടിക്കാർക്ക് നമുക്ക് അവർക്ക് MLA ആക്കാൻ പറ്റില്ല, മന്ത്രിയാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ തോറ്റുപോയാലും അവിടെ കൊണ്ടുപോയി ഒരു സ്ഥാനം കൊടുത്താൽ അയാൾ സന്തോഷമായി. കാരണം എന്താ, ശമ്പളം കിട്ടും, കാറ് കിട്ടും, മറ്റ് ഫെസിലിറ്റി കിട്ടും, അലവൻസ് കിട്ടും, യാത്രാബത്ത കിട്ടും. ഒന്നും പോരാ, ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പെൻഷനും കിട്ടും. ഒരു യോഗ്യതയും വേണമെന്നില്ല. PSCക്ക് നമ്മളൊരു ജോലിക്ക് അപേക്ഷിച്ചാൽ നമ്മുടെ യോഗ്യത വളരെ കൃത്യമായി പരിശോധിക്കും. പക്ഷേ PSCക്ക് അംഗമാവാൻ, നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നതിനാവാൻ ഒരു യോഗ്യതയും വേണ്ട. പണ്ട് വാഴുന്നോർ എന്ന സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സിനിമയിൽ ജഗതി ശ്രീകുമാർ ഒരു മീൻ കച്ചവടക്കാരനാണ്. സ്കൂളിൽ അധ്യാപികയെ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ രസകരമാണ്. ഏത് മീനാണ് വലുത്, എത്ര മീനാണ് കൂടുതൽ കിട്ടുക, ഒരു മീൻ വെട്ടിയാൽ എത്ര കിലോ കിട്ടും, തുടങ്ങിയ ചോദ്യങ്ങൾ ഒരു സാമൂഹ്യശാസ്ത്ര അധ്യാപികയായി വരുന്ന ഒരാളോട് ചോദിക്കുന്ന ഒരു ജഗതിയുണ്ട്. അത് ഒരു യഥാർത്ഥ ക്യാരക്ടറായി വരികയാണ്. കാരണം PSC അപ്പോയിന്റ് ചെയ്യേണ്ടത് വളരെ ഉന്നതമായ യോഗ്യതയുള്ള ആളുകളെയാണ്. ഈ PSC മെമ്പർമാർ ഇന്റർവ്യൂവിലുണ്ട്. ഇത് തന്നെ ഒരു ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ തോതിൽ PSCക്കെതിരെ ആരോപണം വരും. അതിലൊന്ന്, മുമ്പുള്ള ആരോപണങ്ങൾക്കൊക്കെ പുറത്തു, ഒന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടത് പോലീസ് കോൺസ്റ്റബിൾ ജോലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 2 പേർക്ക് വളരെ ഉയർന്ന റാങ്കുകൾ, 1-2 റാങ്ക്. അതാരാ? SFI നേതാക്കന്മാരാണ്. അതെങ്ങനെയാണ് അവർക്ക് ആ റാങ്ക് കിട്ടിയേ എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവരുടെ വീട്ടിൽ നിന്ന് പോലീസിന് തന്നെ ചോദ്യ പേപ്പറൊക്കെ കിട്ടുകയാണ്. അവർക്ക് എങ്ങനെയാ കിട്ടിയെന്ന്. അപ്പോൾ അതിനെന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും അറിയില്ല. അവരൊക്കെ പോലീസുകാരായിട്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ കാണുമ്പോൾ ഇടിക്കരുത്. കാരണം പോലീസുകാരായിണ്ടാവും ചിലപ്പോൾ. നമ്മുടെ നാട്ടിലൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ കുറേ കൊല്ലായി. പിന്നെ ആ കേസിനെ പറ്റി യാതൊരു വിവരവുമില്ല. ആ കേസിലെ പ്രതികൾക്ക് ഒരു ശിക്ഷയില്ല. അവർക്ക് ചോദ്യ പേപ്പർ ചോർത്തി കൊടുത്തവർക്ക് ഒരു ശിക്ഷയില്ല. ഒന്നും ഉണ്ടായില്ല. കുറെ കാലം അതങ്ങനെ കിടന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നു. അത് പ്ലാനിംഗ് ബോർഡിലെ ഉയർന്ന എക്സ്പെർട്ടൈസ് ഉള്ള ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകളെ വേണ്ടിയാണ്. അപ്പോൾ കൺസൾട്ടന്റ് അത് ഉയർന്ന നിലവാരത്തിലുള്ള ജോലിയാണ്. ആ ജോലിക്ക് എടുത്തപ്പോൾ അതവിടെ നിന്നാണ് തുടക്കം. ഈ പെട്ടി തുറക്കുന്ന അവിടെയാണ്. ആ ജോലിക്ക് ചോദ്യ പേപ്പറിൽ പകുതി ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെ എഴുതിയിട്ടുള്ളൂ. ബാക്കി പകുതി, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട്, പലരും എഴുതിയിട്ടുണ്ടാവും, പക്ഷേ ആ മാർക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ ചോദ്യ പേപ്പർ ഇപ്പോൾ 100 മാർക്കിന്റെ റിട്ടൺ ടെസ്റ്റും 40 മാർക്ക് ഇന്റർവ്യൂ ആണ് സാധാരണ പതിവ്. വലിയ പോസ്റ്റുകൾക്ക്. ചെറിയ പോസ്റ്റുകൾക്ക് ഇന്റർവ്യൂ ഇല്ല. അപ്പൊ റിട്ടൺ ടെസ്റ്റിന്റെ മാർക്ക് പ്ലസ് ഇന്റർവ്യൂവിന്റെ മാർക്കാണ് ഒരാളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്ത് സംഭവിച്ചു? റിട്ടൺ ടെസ്റ്റിന്റെ മാർക്ക് പകുതി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കേ ഉള്ളൂ, ബാക്കി ചോദ്യങ്ങൾക്കില്ല. ഇത് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് ആദ്യം വിവരാവകാശം പറിച്ചു കൊടുക്കില്ല എന്ന്. സത്യത്തിൽ വളരെ സുതാര്യമായിരിക്കേണ്ട ഒരു കാര്യമാണ്. ചോദ്യ പേപ്പർ ഞാൻ ഉദ്യോഗാർത്ഥിയാണ്, പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോദ്യ പേപ്പറിന്റെ കോപ്പി കിട്ടണം, റാങ്ക് ലിസ്റ്റിന്റെ കോപ്പി കിട്ടണം, എല്ലാവരുടെയും മാർക്കും കിട്ടണം. എനിക്ക് കിട്ടണമല്ലോ. പക്ഷെ അത് കിട്ടിയപ്പോഴാണ്, കുറെ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത്. 2023 പരീക്ഷ നടത്തിയതാണ്. ഇപ്പൊ കിട്ടുമ്പോൾ പകുതി ചോദ്യത്തിന്റെ മാർക്ക് നോക്കിയിട്ടേ ഇല്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്നിട്ടോ അവിടെ പ്രശ്നം കിട്ടിയത് ആർക്കാണ്? കിട്ടിയത് CPMന്റെ സംഘടനാ നേതാവിന് കിട്ടാൻ, അല്ലെങ്കിൽ മുഴുവൻ നോക്കിയിരുന്നെങ്കിൽ ഇയാൾക്ക് കിട്ടുമായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ആദ്യം പുറത്തു വരികയാണ്. ഇത് സംബന്ധിച്ച് ചിലർക്ക് നിയമനം കൊടുത്തു. ഇത് സംബന്ധിച്ച് അന്വേഷണത്തിൽ കടന്നപ്പോഴാണ് പരാതികളുടെ പ്രളയം വരുന്നത്. എല്ലാ പരാതി ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുപാട് പരാതികൾ വേണ്ടപ്പെട്ട ആളുകൾ കൊടുക്കുന്നു. ഇപ്പോൾ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി വന്നാൽ ഇന്റർവ്യൂ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് എത്തുക. ടെസ്റ്റിലെ റാങ്ക് ലിസ്റ്റ് ഇന്റർവ്യൂവിലേക്ക് വരിക. പക്ഷേ ഇന്റർവ്യൂ ചെയ്യുന്ന ബോർഡ് ഒരു കാരണവശാലും ടെസ്റ്റിലെ മാർക്ക് അറിയാൻ പാടില്ല. അതിൻ്റെ റൂളാണ്. കാരണം എന്താ? ഉദാഹരണത്തിന് 1ാം റാങ്കുകാരന് 92 മാർക്കുണ്ട്, 2ാം റാങ്കുകാരന് 88 മാർക്കുണ്ട്, 5ാം റാങ്കുകാരന് 63 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 29 മാർക്കിന്റെ വ്യത്യാസമുണ്ട്. ഇന്റർവ്യൂ വരുമ്പോൾ എനിക്ക്
5ാം റാങ്കുകാരനെയാ കയറ്റേണ്ടത്, റാങ്കുകാരിയാ കയറ്റേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നറിയും? 40 മാർക്കിൽ 38 മാർക്ക് അയക്ക് കൊടുക്കും, 10 മാർക്ക് ഇയാൾക്ക് കൊടുക്കും. അപ്പൊ 28 മാർക്കിന്റെ വ്യത്യാസമായി. അപ്പോ 5ാം റാങ്കുകാരന് റാങ്കുകാരി 1ാം റാങ്കിലെത്തും, മറ്റവർക്ക് പുറകോട്ട് പോകും. ചിലപ്പോൾ ഒരു പോസ്റ്റോ 2 പോസ്റ്റോ ഒക്കെ കാണുള്ളൂ, മറ്റവർക്ക് അത് കിട്ടില്ല. ഇങ്ങനെയുള്ള തരികിടകൾ. അപ്പൊ ഈ മാർക്ക് നേരത്തെ അറിഞ്ഞാലേ ഈ അഡ്ജസ്റ്റ്മെന്റ് മാർക്ക് നടത്താൻ പറ്റുള്ളൂ. മാർക്ക് അങ്ങനെ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, അതൊരു വലിയ ഗുരുതരമായൊരു കുറ്റമാണ്. പിന്നെ പരീക്ഷാ പേപ്പർ ചോർത്തിയിട്ടുണ്ട്. നമ്മൾ നീറ്റ് പരീക്ഷയുടെയൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾ, ഒരുപാട് അഭ്യസ്തവിദ്യരുള്ള സ്ഥലമാണ്. ഒരു ക്ലർക്കിന്റെ ഇന്റർവ്യൂ ഇട്ടാൽ, അല്ലെ ടെസ്റ്റ് ഇട്ടാൽ ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതുന്നതാണ്. ഏതാണ്ട് SSLC പരീക്ഷ എഴുതുന്ന മാതിരിയാണ് ആളുകൾ ടെസ്റ്റ്, PSCയുടെ ക്ലർക്ക് ടെസ്റ്റിന് എഴുതുന്നത്. അതുപോലെ ചെറിയ ചെറിയ പോസ്റ്റുകൾക്ക്, പോലീസ് കോൺസ്റ്റബിൾ പോലെയുള്ള പോസ്റ്റുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് എഴുതണേ. അവരുടെ ഏക പ്രതീക്ഷയാണ് ഒരു സർക്കാർ ജോലി. ആ സർക്കാർ ജോലിക്ക് ഇത്തരത്തിൽ വേണ്ടപ്പെട്ടവരെ എല്ലാ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിക്കൊടുത്തിക്കൊണ്ട് നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. ജനങ്ങൾക്ക് PSCയിലുള്ള വിശ്വാസം വളരെ പ്രധാനമാണ്. ഇടതുപക്ഷവും ഒന്നും ഇതിനെപ്പറ്റി കാര്യം മിണ്ടുന്നില്ല. ദേശാഭിമാനി ആകെ എഴുതുന്നത് PSC മഹത്തരമായ സ്ഥലമാണ്, അത് പഴനി, മധുര, തിരുപ്പതി, ശബരിമല പോലെ പുണ്യ കേന്ദ്രമാണ്, അതിനെപ്പറ്റി പറയരുതെന്നൊക്കെയാണ്. അതുകൊണ്ട് PSC ചോദ്യം ചെയ്യപ്പെടുകയും സുതാര്യമാക്കപ്പെടുകയും വേണം. മുമ്പ് തന്നെ ചില പരാതികൾ മുമ്പ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു. ഇവിടെ PSCയുടെ രീതികളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. 21 അംഗങ്ങൾ PSCക്ക് ഉണ്ടെങ്കിലും പണി ചെയ്യുന്നതൊക്കെ വളരെ സ്ലോയാ. ഉദാഹരണത്തിന്, ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്കൊരു പോസ്റ്റ് ഉണ്ടെന്ന് അവർ കൊടുക്കുക. അപ്പൊ അടുത്ത വർഷം റിട്ടയർ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ റിട്ടയർ ചെയ്തിട്ടാണ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ 1-2 വർഷം കഴിഞ്ഞിട്ടാണ്, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരിക. പിന്നെ 1-2 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് വരും. പിന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് 1-2 വർഷം കഴിഞ്ഞ് വരും. പിന്നെ ചിലപ്പോൾ ഇന്റർവ്യൂ വരും. എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഒഴിവായിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാക്കിയാണ് ഈ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് മെമ്മോ കിട്ടുക. അതുകൊണ്ട് ചില സ്ഥലത്ത് സംഭവിക്കുന്നത് എന്താ, പോസ്റ്റിലുണ്ടായി. ഇപ്പോ കഴിഞ്ഞ തവണ നമ്മൾ LDF സർക്കാരിന്റെ കാലത്ത് ഒരു വലിയ സമരം കണ്ടു. ഫസ്റ്റ് റാങ്ക് കിട്ടിയ, റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് കിട്ടിയ കുട്ടിക്ക് പോലും അപ്പോയിന്റ്മെന്റ് ഇല്ല. പിന്നെ എന്തിനാ സുഹൃത്തെ ഇവരെ ഇത്രയും കാലം നടത്തിച്ചത്? ഒരു ടെസ്റ്റ് എഴുതിയത്, ഇന്റർവ്യൂ നടത്തിയത്, വലിയ കോച്ചിങ് നടത്തിയത്. അപ്പൊ ചുരുക്കത്തിൽ ആളുകളെ വഞ്ചിക്കുന്ന ഒന്നായി PSC മാറി എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. അത് തിരുത്തിയേ പറ്റൂ. PSC അല്ല, അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനൊക്കെ UDF സർക്കാർ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം അവർക്കും കയറാൻ താല്പര്യമുള്ള ആളുകളൊക്കെ കാണും. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പറയുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ കണക്കാക്കണേ. അവർ ഇതൊക്കെ കണക്കാക്കി ഇതിനെ ജയിച്ചിട്ടുള്ളത്. ഇന്നാൾക്ക് PSC കൊടുക്കണം, ഇന്നാൾക്ക് കൊടുക്കണം എന്നുള്ളത്. അതിനൊക്കെ വലിയ പൈസയും വരും, കാരണം നേരത്തെ പറഞ്ഞ ശമ്പളം കൊടുക്കും. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തി സുതാര്യമായി യോഗ്യരായ ആളുകളെ വച്ചില്ല എങ്കിൽ അതിന്റെ കുഴപ്പമുണ്ടാകാൻ പോകുന്നത് വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ പാർട്ടി നിയമനങ്ങളാണ്. പിൻവാതിൽ നിയമനം പോലെ തന്നെ ഒന്നാകും PSCയിൽ അനധികൃതമായി നിയമനം നടത്തുന്നത്. ഇത് PSCയുടെ വിശ്വാസ്യത, സുതാര്യത തിരിച്ചെടുത്തേ പറ്റൂ.